ഹലോ, കുറേ ദിവസമായില്ല കണ്ടിട്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബിസ ഫ്രണ്ട്സാണ്. അപ്പോൾ ഇന്ന് ഞാനൊരു സന്തോഷം പങ്കുവയ്ക്കാനാണ് കേട്ടോ ഇവിടെ നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. അതായത് നമ്മൾ ഫസ്റ്റ് കണ്ട പിക്ചറില്ലേ, ആ പിക്ചറ് ഐസലിനൊക്കെ ഡിസൈൻ ടീച്ചർ ചോദിച്ചായിരുന്നു അതൊന്ന് വരച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്. അപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, മമ്മി ഇതൊന്ന് വരച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടെന്ന്. അവൻ നന്നായിട്ട് വരയ്ക്കും, പക്ഷെ അവന് പഠിക്കാൻ ഒരുപാടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, അപ്പോൾ 9ലാണല്ലോ, നീ പോയിരുന്നു പഠിക്കും, മമ്മി വരച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുത്തു. പിന്നീട് ബാക്കി അവ ഇത് ഫിനിഷ് ചെയ്ത് ഇങ്ങനെ കൊടുത്തിട്ടാ. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പറഞ്ഞു, ഈ തിരുഹൃദയ മാസം ആയതുകൊണ്ട് ഈ തിരുഹൃദയത്തിൻ്റെ പിക്ചറൊന്ന് വരച്ചു കൊണ്ടുവരാൻ പറ്റുമെന്ന്, പിന്നെ തെർമോക്കോളിൽ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞു. ഉറപ്പൊന്നും കൊടുത്തില്ല, നോക്കട്ടെ എന്ന് പറഞ്ഞു. നമ്മുടെ വീട്ടിൽ കേക്കിൻ്റെ ഒരു ബോക്സ് ഇരിപ്പുണ്ടായിരുന്നേ, അത് കട്ട് ചെയ്ത് ഹാർട്ട് ഷേപ്പാക്കിയിട്ട് ഇങ്ങനെ പപ്പേനെ കൊണ്ട് തെർമോക്കോൾ, നല്ല കട്ടിയുള്ള തെർമോക്കോൾ മേടിച്ചിട്ട് ഈ പണിയൊക്കെ പാപ്പയ്ക്ക് കൊടുത്തു കേട്ടോ. പാപ്പയ്ക്ക് ടൈമില്ല എങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞ് കൈയും കാലൊക്കെ പിടിച്ചിരുത്തി. അപ്പോൾ പാപ്പ ഇങ്ങനെ തെർമോക്കോളൊക്കെ ഇത്രയും അടുക്കി വെച്ച്, ആൾക്ക് വേറെ ഒരു പ്രത്യേകതയുണ്ട്, ആൾ ചെയ്യണ വർക്കിൽ നമ്മൾ അഭിപ്രായം പറയാൻ ചെല്ലാൻ പാടില്ല കേട്ടോ, ആൾക്ക് ദേഷ്യം വരും. പിന്നെ അങ്ങനെയൊക്കെ കൈയും കാലൊക്കെ പിടിച്ച് ഇരുത്തി. അപ്പോൾ എനിക്ക് കിട്ടുന്ന സമയം മുഴുവനും ഞാൻ ഇതുപോലെ, പിള്ളേരൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണല്ലോ പകൽ, അപ്പോൾ ഇതിനെപ്പറ്റി ആലോചിക്കും, ഇതിന് വേണ്ട അവരൊക്കെ വരുമ്പോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെയും അറേഞ്ച് ചെയ്ത് വയ്ക്കും. അപ്പോഴാണ് മുൾമുടി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനം എങ്ങനെ മുൾമുടി ഉണ്ടാക്കുമെന്ന് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ചാർട്ട് പേപ്പറൊക്കെ മടക്കി നോക്കി ഒട്ടിച്ചൊക്കെ നോക്കി, എന്തോ അത്ര അങ്ങോട്ട് തൃപ്തിയായില്ല, ശരിയാവാത്ത പോലെ എനിക്ക് തോന്നി. അങ്ങനെ എത്ര ഒട്ടിച്ചിട്ടും അങ്ങനെ ഒരു മുൾമുടിയുടെ ഷേപ്പിലോട്ട് അങ്ങനെ വരുന്നില്ലാത്തതുകൊണ്ട് ഞാൻ വേറെ വഴി ആലോചിച്ചിട്ടാണ്. പിന്നെയാണ് എനിക്ക് തോന്നിയത്, ഞാൻ അതിൻ്റെ നമ്മുടെ തിരുഹൃദയത്തിൻ്റെ ചുറ്റും ഉള്ള റേസ് പ്രകാശരശ്മികൾ വരാൻ വേണ്ടിയിട്ട് നോട്ട്ബുക്കിൻ്റെ പേപ്പർ കീറിയിട്ട് അങ്ങനെ റോൾ ചെയ്തിട്ട് ഒരു ട്യൂബ് പോലെയൊക്കെ എടുത്തായിരുന്നു. അപ്പം ഞാൻ വെച്ചു, എന്തുകൊണ്ടത് വലിയ ന്യൂസ് പേപ്പറിൽ നമുക്ക് അതേപോലെ തന്നെ റോൾ ചെയ്തിട്ട് മുൾമുടിയാക്കിക്കൂടാ എന്ന് ചിന്തിച്ചപ്പോൾ അതങ്ങനെ ചെയ്യാമെന്ന് ആലോചിച്ച് ലാസ്റ്റ് ഈ പണി നമ്മൾ വിട്ടിട്ട് അങ്ങനെ ന്യൂസ് പേപ്പർ എടുത്ത് മടക്കി റോൾ ചെയ്ത് കുറേ സമയമൊക്കെ വേണം കേട്ടോ. എന്നൊക്കെയും ഞാൻ ഒരു ഫസ്റ്റ് ദിവസം തന്നെ കിട്ടിയപ്പോഴേക്കും തന്നെ ചെയ്തില്ല. ഞാൻ ആലോചിച്ച് ഒരു ദിവസം ഫുള്ള് നമ്മളിങ്ങനെ ഓരോന്നോരോന്ന് എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ആലോചിച്ച് പകൽ മുഴുവനും സ്പെൻഡ് ചെയ്തിട്ടാണ് ഇന്നതിനുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് നമുക്ക് ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യാനായതുകൊണ്ടായിരിക്കാം നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓരോ ഐഡിയാസ് ഇങ്ങനെ ഭയങ്കര ക്ലിയറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കേട്ടോ. ഇത് ചെയ്ത് വെക്കുക, അത് ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ റേസ് ആലോചിച്ചപ്പോൾ ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ റോൾ ചെയ്തിട്ട് ടൗണിൽ പോയി ഞാനിങ്ങനെ ഗിൽറ്റും പിന്നെ വെൽവെറ്റിൻ്റെ ക്ലോത്തൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അതിനാവശ്യമുള്ള സാധനമൊക്കെ ബില്ലിട്ടിട്ട് പോയിട്ട് മേടിച്ചുകൊണ്ട് വന്നിരുന്നു. അങ്ങനെ ബില്ലിട്ടിട്ട് ടൗണിൽ പോയിട്ട് ആവശ്യമുള്ള സാധനങ്ങൾ, പശ, പിന്നെന്താ ഫാബ്രിക് പെയിൻറ്റ്, ബ്രഷ്, അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. പിന്നെ കിട്ടുന്ന സമയം മുഴുവൻ ഇങ്ങനെ വരച്ചും നമുക്കൊണ്ട് പറ്റണ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് എല്ലാം അറേഞ്ച് ചെയ്ത് അടുപ്പിച്ച് വെച്ചാൽ പിന്നെ പപ്പ വരുമ്പോൾ ഇതൊന്ന് അസംബിൾ ചെയ്താൽ പോരെ. അപ്പോൾ എനിക്ക് പറ്റാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് കേട്ടോ, അത് ചേട്ടൻ വരുമ്പോൾ ചെയ്യും. പിന്നെ ഐസലിനുള്ള ജോലീസ്, കളറിങ് ഒക്കെ ഉണ്ട്. ഈ ഫ്ലെയിംസൊക്കെ പിക്ചറൊക്കെ അവൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കും, ഇന്ന പോലെ വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ പോലൊക്കെ തന്നെ വരച്ച് അവൻ വരയ്ക്കും. പക്ഷെ ഞാൻ വരച്ച് വെച്ചു. അപ്പോൾ അതവന് വരുമ്പോൾ എളുപ്പമാണല്ലോ, അപ്പോൾ അവനത് കളർ ചെയ്താൽ മാത്രം മതിയല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒത്തൊരുമിച്ചാണ് കേട്ടോ ചെയ്തത്. ഇതിലൊറ്റയ്ക്ക് ആർക്കും ഒരു ക്രെഡിറ്റ് എടുക്കാനില്ല കേട്ടോ. ഞാൻ അത് ഏറ്റു എന്നുള്ളൂ, ഐസലാണ് ഏറ്റത്, ഞാനത് അവൻ്റെ കയ്യിൽ നിന്ന് ഏറ്റു. പിന്നെ നമ്മളത് ഓരോരുത്തർക്ക് പറ്റുന്ന പോലെയൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുത്തു. ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാഞ്ഞിട്ടല്ല, ഇത് മൂന്നും എല്ലാവർക്കും ഒറ്റയ്ക്കും ചെയ്യാം, എല്ലാ പണിയും ചെയ്യാം. പക്ഷേ എല്ലാവർക്കും ടൈം ഇല്ലാത്തതുകൊണ്ട് ഒരാൾക്ക് തന്നെ ബുദ്ധിമുട്ടാവുകൊണ്ട് നമുക്കിത് ഏറ്റവും ബെസ്റ്റാക്കി തന്നെ കൊടുക്കണം എന്നുള്ള എൻ്റെ മനസ്സിനുള്ളൊരു വാശി. അതായത് ഇത് നമുക്ക് ലാസ്റ്റിൻ്റെ ഫൈനൽ റിസൾട്ട് വരുമ്പോൾ എല്ലാവരും ഇതിൽ നിന്നൊരു കുറ്റവും കണ്ടുപിടിക്കാൻ പാടില്ല, അത്ര പെർഫെക്റ്റായിട്ട് ചെയ്യണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. പക്ഷേ ഉദ്ദേശം മാത്രം പോരല്ലോ, അത് ചെയ്യാനായിട്ട് നമുക്ക് ദൈവാനുഗ്രഹങ്ങൾ തന്നുകൊണ്ടിരുന്നു.
എന്നുള്ളതും കൂടിയാണ് കേട്ടോ അതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഞാൻ എന്ത് ചിന്തിക്കണോ അത് ഏറ്റവും ബെസ്റ്റാക്കാനുള്ള എല്ലാ ബ്ലെസ്സിങ്സും എനിക്ക് കിട്ടിക്കൊണ്ടേയിരുന്നു. അതിന് മക്കളായാലും ചേട്ടനായാലും, ചേട്ടൻ കുറേയൊക്കെ പണിങ്ങിപ്പോയി. അത് കാരണം ഞങ്ങളുടെ ഐഡിയാസ് തമ്മിൽ ക്ലേശ് ആകുമ്പോഴേ ഇടയ്ക്ക് എന്നാൽ നീ അങ്ങോട്ട് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ടിട്ടു. പിന്നെ വാ ചേട്ടാ എന്നൊക്കെ കൈകാലൊക്കെ പിടിച്ച് അപ്പോൾ നമ്മൾ കിരീടം മുൾമുടി സെറ്റായിട്ടാണ് ആ ന്യൂസ് പേപ്പർ മടക്കിയിട്ട് നമ്മളത് ഒരു സൈഡിൽ ഫുള്ള് ബ്രൗൺ, ഒരു സൈഡിൽ ഗ്രീനും, പിന്നെ അതുമ്പോൾ നല്ല യെല്ലോ ടച്ചും ചെയ്ത് കൊടുത്തപ്പോൾ ഒരാളും പറയില്ല അത് മുൾമുടിയാണ്. അത്ര ഭംഗിയായിട്ട് കറക്റ്റ് ഒരു ചുള്ളിക്കമ്പിൻ്റെ ഒരു ഇഫക്റ്റ് വന്നു. മുൾമുടി ഒടിച്ച് ഒന്ന് വാടി വന്നു. അതായത് നമ്മൾ കറക്റ്റ് പച്ച പൊട്ടിച്ച് വയ്ക്കില്ലല്ലോ ചെയ്യാം. പച്ച പൊട്ടിച്ച് പിറ്റേ ദിവസത്തേക്ക് ആകുമ്പോഴേക്കും അത് മാടുക, അത് നല്ല പെർഫെക്ഷനിൽ തന്നെയാണ്. പിന്നെ റേസ് ഇങ്ങനെ ഉണ്ടാക്കി. ഇതൊക്കെ എനിക്ക് എളുപ്പമായിരുന്നു. പക്ഷെ അത് വെൽവെറ്റ് ക്ലോത്ത് കോട്ട് ചെയ്യുക, തെർമോക്കോളിൽ കോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു എനിക്ക് ടാസ്ക്. ആ ടാസ്ക് ഞാൻ ചേട്ടനെ ഏൽപ്പിച്ചു. പിന്നെ ആളുടെ ഐഡിയ പോലെ ആൾക്ക് നമ്മളെക്കാളും എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല. പുറത്തൊക്കെ വർക്ക് ചെയ്തൊക്കെ എക്സ്പീരിയൻസ്. അപ്പോൾ ആളുടെ കൈയും കാലൊക്കെ പിടിച്ച് ആളത് ചെയ്തു തന്നു. പിന്നെ ഈ വെൽവെറ്റ് നമ്മൾ തെർമോക്കോളുമ്പോൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്നുള്ളത് എനിക്ക് പേടിയായിരുന്നു. പക്ഷെ അത് ആൾ ഈസി ആയിട്ട് എൻ്റെ ചേട്ടൻ അതെനിക്ക് ഹാൻഡിൽ ചെയ്ത് തന്നു, അത് ചെയ്ത് തന്നു. അങ്ങനെ ഫൈനലി നമ്മുടെ എല്ലാ കളറിങ്ങും വരയ്ക്കലും പിരിക്കലും ഇത് ആണിയാണ് കേട്ടോ. ആണി ഇതുപോലെ തന്നെ പേപ്പർ റോൾ ചെയ്തിട്ട് അതുമ്പോൾ ബ്രൗൺ കളർ അടിച്ച് ഉണങ്ങിയപ്പോൾ കറക്റ്റ് ആണി പോലെ തന്നെയായി കേട്ടോ. മുള്ള് പോലെ തന്നെയായി. ആണിയല്ല, മുൾക്കിരീടത്തിൻ്റെ മുള്ള്. പൈസയിലൂടെ ഈ വർക്ക് ഭയങ്കര ഫിനിഷിങ് ഞാൻ പറഞ്ഞ പോലെയല്ല, കുറച്ച് കയ്യൊന്നും കൂടി ഇട്ടു. അതിന് ഞാൻ ചീത്ത പറഞ്ഞു, നീ വൈക്കോൽത്തൂർ കത്തി പോലെ ചെയ്യുമല്ലോ, പറഞ്ഞ പോലെ ചെയ്താൽ പറയുന്നൊക്കെ വെച്ചിട്ട് ചീത്ത പറഞ്ഞിട്ടാണ്. എന്നാലും അവനെ ഏൽപ്പിച്ച കാര്യം അവൻ ഭംഗിയായിട്ട് ചെയ്തു. പപ്പേനെ ഏൽപ്പിച്ച കാര്യം പപ്പയും ഭംഗിയായിട്ട് ചെയ്തു. അതിനിടയിൽ ഞാൻ കുറച്ച് കൈയൊക്കെ കടത്തി അവരുടെ സ്വാതന്ത്ര്യത്തിനെ ലംഘിച്ചു. അതായത് എൻ്റെ പെർഫെക്ഷൻ വരണമെങ്കിൽ, ഞാൻ വിചാരിച്ച പോലെ വരണമെങ്കിൽ ഞാൻ അവരെ ഇൻറ്ററപ്റ്റ് ചെയ്തേ പറ്റൂ. അപ്പോൾ കുറേ ചീത്തയൊക്കെ കേട്ടു. എന്നാലും പിന്നെ ലാസ്റ്റ് ഇത് നമ്മൾ ഈ സാധനം വയ്ക്കാൻ ഭയങ്കര ടഫായിരുന്നു. കാരണം അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. മുട്ടുസൂചി കയറണമെങ്കിൽ കട്ടിങ് ബ്ലൗർ വെച്ച് തന്നെ പറയും. അപ്പോൾ ഇതിങ്ങനെ നമ്മുടെ എല്ലാ പണികളും അങ്ങനെ കഴിഞ്ഞു. ലാസ്റ്റ് ആ ബ്ലഡ് വരുന്നതും കൂടി ഞാൻ തെർമോക്കോളിൽ വെട്ടി കളർ ചെയ്ത് വെച്ചു. അത് 2 പ്രാവശ്യം വെച്ച് ഒടിഞ്ഞു, പിന്നെയും വെച്ചു. അങ്ങനെ അതൊക്കെ ലാസ്റ്റ് സെറ്റ് ചെയ്ത ഫൈനൽ റിസൾട്ട് നമുക്ക് കാണാം. ഫൈനൽ റിസൾട്ട് അവർ പറഞ്ഞിരുന്നു ഭംഗിയാവുകയാണെങ്കിൽ നമുക്ക് ആൾത്താരയിൽ വെക്കാം എന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് അതിന് മുന്നേ ആൾത്താരയിൽ വെക്കും എന്നൊരു പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ ലാസ്റ്റ് ഇത് കണ്ടപ്പോൾ ഉണ്ടല്ലോ, എനിക്ക് എന്താ പറയുക, എൻ്റെ ദൈവമേ, ഞാൻ എൻ്റെ കൈകൾക്ക്, എൻ്റെ മക്കളുടെ കൈകൾക്ക്, എൻ്റെ ചേട്ടൻ്റെ കൈകൾക്ക് ഇങ്ങനെ ഒരു വർക്ക് ആൾത്താരയിൽ വയ്ക്കാൻ പാകത്തിന് നമുക്ക് കഴിവ് തന്നതിന് ദൈവമേ നന്ദി എന്ന് ഞാൻ തമ്പുരാനോട് പറഞ്ഞു കേട്ടോ. അതിൻ്റെ എന്തോ ആവട്ടെ, നമ്മൾക്ക് ഒരു ഭാഗ്യം കിട്ടില്ല. നമ്മുടെ ഒരു വർക്ക് ആൾത്താരയിൽ കൊണ്ടുവച്ച് കുർബാനിച്ചില്ല. അവിടെ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്, എത്രയോ ആൾക്കാരുണ്ട് ആ ഇടവകയിൽ, 900 സംതിങ് ആൾക്കാരുണ്ട്. എന്നിട്ടും ഈ ഇത് ചെയ്യാനുള്ള കൃപ ദൈവം എനിക്ക് തന്നെ തന്നതിന് ഞാൻ ഒരുപാട് നന്ദി പറഞ്ഞ ദൈവത്തിനോട്. എൻ്റെ മക്കൾക്കും അതിൻ്റെ അനുഗ്രഹം കിട്ടി, എൻ്റെ ചേട്ടനും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ.